respect to the honorable judges of the Supreme Court, they do not decide who a true Indian is. And it is the job of the opposition leader, it is his duty to ask questions to challenge the government. And my brother would never say anything against the army. He holds the army in the highest respect. So it is a misinterpretation of it. രാഹുൽ ഗാന്ധിയെ പോലെ ഇത്രയേറെ കേസുകൾ കോടതിയിൽ നേരിടേണ്ടി വന്ന മറ്റൊരു പ്രതിപക്ഷ നേതാവും ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. അതിൽ ബഹുഭൂരിപക്ഷവും രാഹുൽ ബി.ജെ.പി. സംഘപരിവാർ നേതാക്കന്മാർക്കെതിരെ നടത്തിയ വിമർശനങ്ങൾക്ക് പുറത്താണ്. രാഹുലിന്റെ എല്ലാ ചോദ്യങ്ങളും രാജ്യദ്രോഹമാണെന്നും രാഹുൽ ഗാന്ധി പാക് ചാരനുമാണെന്ന് വരെ ആരോപണമുന്നയിച്ച നേതാക്കന്മാർ ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും മുസ്ലിങ്ങളെ മാത്രമാണ് രാഹുൽ സഹായിക്കുന്നത് വരെ കടന്നാക്രമിക്കുകയാണിപ്പോൾ. പ്രതിപക്ഷ നേതാവിന് ചോദ്യങ്ങൾ ചോദിക്കാൻ ഈ രാജ്യത്ത് അവകാശമില്ലേ എന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയോടും സർക്കാരിനോടും കോൺഗ്രസ് വിരൽ ചൂണ്ടി ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് സുപ്രീം കോടതി ജസ്റ്റിസ് ദീപാങ്കർ ദത്ത യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഈ രീതിയിൽ ചോദ്യം ചോദിക്കുകയില്ല രാഹുൽ എന്ന കനത്ത വിമർശനം ഉന്നയിക്കുന്നത്. ഇന്ത്യയുടെ ഭൂമി ചൈന കയ്യേറിയെന്ന പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ പറയാതെ രാഹുൽ പാർലമെന്റിൽ പറയണമെന്ന് കോടതി വിമർശിച്ചപ്പോൾ രാഹുൽ ജനങ്ങളോട് ഭാരത് ജോഡോ യാത്രയിലാണ് അത് പറഞ്ഞതെന്ന് ചൂണ്ടിക്കാണിക്കുന്നു കോൺഗ്രസ്. പ്രതിപക്ഷത്തിന് ചോദ്യമുന്നയിക്കാൻ അവകാശമില്ലേ? പഹൽഗാമിലും ഓപ്പറേഷൻ സിന്ദൂരിലുമൊക്കെ ജനങ്ങൾക്കറിയേണ്ടത് ചോദിക്കുകയായിരുന്നില്ലേ രാഹുൽ ഗാന്ധി? പാർലമെന്റിൽ ചോദിക്കാൻ പറയുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലടക്കം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടിയോ? അപ്പോഴും ഉയർന്നിരിക്കുന്നു സുപ്രീം കോടതി വിമർശനം. കോൺഗ്രസിനെ അത് പ്രതിരോധത്തിലാക്കുകയാണോ? അതോ യഥാർത്ഥ ഇന്ത്യക്കാരൻ ആരാണെന്ന് തീരുമാനിക്കുന്നത് സുപ്രീം കോടതി ജഡ്ജിമാരല്ല എന്ന പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനമാണോ ശരി? സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് സ്വാഗതം. അതിഥി പാനലിലേക്ക് ചേരുന്നു. കോൺഗ്രസ് നേതാവ് PM നിയാസ്, ബി.ജെ.പി. നേതാവ് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് വി മനുപ്രസാദ്, ആം ആദ്മി പാർട്ടി നേതാവ് വിനോദ് മാത്യു വിൽസൺ, ഒപ്പം മാധ്യമപ്രവർത്തകൻ CB സത്യൻ. 4 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം കോൺഗ്രസ് നേതാവ് ശ്രീ PM നിയാസ്, സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഉത്തരവല്ല, വിധിയല്ല, ഇതൊരു പരാമർശമാണ്. അങ്ങനെ ഒരു പരാമർശം, അതൊരു ഉപദേശ രൂപേണ സുപ്രീം കോടതി നടത്തിയിരിക്കുന്ന ഒരു പരാമർശമാണ്. അത് രാഹുലിന് നീതി നിഷേധിച്ചുകൊണ്ട് നടത്തിയ പരാമർശവുമല്ല. എന്നിട്ടും എന്തുകൊണ്ട് ഈ പരാമർശം ശരിയായില്ല എന്ന് കോൺഗ്രസിന് തോന്നുന്നു? പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ ഈ തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിക്കുന്നത് ഏതർത്ഥത്തിലാണ്? നോക്കൂ, ഞാൻ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്. കേരളത്തിലെ അഭിഭാഷകരുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ബാർ കൗൺസിലിൽ അംഗമായിരുന്നിട്ടുള്ള ഒരാളാണ്. കോടതിയുടെ അധികാരപരിധിയെക്കുറിച്ചോ കോടതിയുടെ പരമോന്നതയെക്കുറിച്ചോ ഒന്നും ഞങ്ങളിവിടെ വ്യാകുലപ്പെടുന്നില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത്, കോടതി എപ്പോഴും ഇടപെടേണ്ടത് വൈകാരികമായിട്ടല്ല. കോടതി ഇടപെടേണ്ടത് വസ്തുതാപരമായിട്ടാണ്, വൈചാരികമായിട്ടാണ്. അങ്ങനെയാണ് കോടതി മുന്നോട്ട് പോകേണ്ടത്. ഞാനൊരു അഭിഭാഷകനായി ഞാൻ കോടതി മുമ്പാകെ ഞാനൊരാളെ കുത്തിക്കൊന്ന് വന്നിട്ട് വളരെ കരഞ്ഞ് എനിക്ക് ഭാര്യയും കുട്ടികളും മാത്രമേ ഉള്ളൂ, എനിക്ക് എൻ്റെ അങ്ങനെ പറഞ്ഞ് വൈകാരികമായി കോടതിയെ കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചാലും കോടതിയുടെ മുമ്പിൽ നിയമത്തിൻ്റെ വഴി, എനിക്ക് മുമ്പിലുള്ള നിയമത്തിൻ്റെ വഴി മാത്രമേ കോടതി തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് ഒരു കേസ്, ആ കേസിൽ അദ്ദേഹത്തിൻ്റെ ഡിഫാമേഷനുമായി ബന്ധപ്പെട്ട കേസാണ്. ആ ഡിഫാമേഷൻ കേസിൽ കോടതി പറയുകയാണ് ഒരു യഥാർത്ഥ ഇന്ത്യക്കാരൻ ആരാണ്. കോടതിയുടെ അധികാരപരിധിയിലോ ഉള്ള ഒരു വിഷയമാണോ? അല്ലല്ലോ, ഡിഫാമേഷനാണ്. ഡിഫാമേഷനിൽ ആരാണ് ഇന്ത്യക്കാരൻ, ആരാണ് ഇന്ത്യക്കാരനല്ല എന്നുള്ളതല്ല അവിടെ ചോദ്യം. അവിടെ രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതുകൊണ്ട് ഡിഫെയിം ഉണ്ടായോ ഇന്നല്ലേ ചോദിക്കേണ്ടുള്ളൂ. അപ്പോൾ ആ ഒരു കോടതിയുടെ അധികാരപരിധിയിലില്ലാത്ത ഇന്ത്യക്കാരൻ ആര് എന്ന് വിവക്ഷിക്കാനുള്ള അധികാരം ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം കോടതിക്ക്, ഒരു കോടതിക്കും, സുപ്രീം കോടതിക്ക് എന്നല്ല ഒരു കോടതിക്കും ആരും നൽകിയിട്ടില്ല. എൻ്റെ ഇന്ത്യയോടുള്ള എൻ്റെ കമ്മിറ്റ്മെൻറ്റ് അല്ല എൻ്റെ താല്പര്യം, അത് മറ്റൊരാളല്ലല്ലോ ജഡ്ജ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ജഡ്ജ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇവിടെ എന്താണ്? കോടതിക്ക് മുമ്പാകെ വന്നിരിക്കുന്ന ഒരു കാര്യത്തിൽ അനാവശ്യമായി ഒരു കമൻറ്റ് പറഞ്ഞു. ആ കേസിൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായാണ് കോടതി ഉത്തരവ് പറഞ്ഞത്. അതിനിടയിലാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ വളരെ മനഃപൂർവ്വമായി കോടതിയിൽ തങ്ങളെ നിയമിച്ച, തങ്ങൾക്ക് വേണ്ടപ്പെട്ട ഇന്ത്യ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ BJP സർക്കാരിന് അനുകൂലമായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ഒന്ന് തേക്കാം എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവാണ് അദ്ദേഹം. അതിൻ്റെ പേരിലാണ് അദ്ദേഹം മത്സരിച്ചതും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവുമായത്. ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിനോളം ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഒരു രാജ്യത്തിനോടുള്ള പ്രതിബദ്ധത അത് വേറെ ആർക്കാ ഉള്ളത്?
നമുക്കിപ്പോൾ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BJPയുടെ പഴയ സംഘം, ആ ജനസംഘം, RSS, ഹിന്ദു മഹാസഭ എടുത്തു നോക്കാം. അവരുടെ പഴയ വഴികൾ. അവരാരെങ്കിലും ഇന്ത്യ രാജ്യത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി ക്രിയാത്മകമായി എന്തെങ്കിലും ബന്ധമുണ്ടാക്കിയിരുന്നോ എന്ന് മാത്രമല്ല, അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വവാദത്തിനെതിരായി പോരാട്ടമുയർത്തുമ്പോൾ അന്ന് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അന്നത്തെ സാമ്രാജ്യത്വവാദികളായ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികളാണെന്ന് ഞങ്ങൾ വിളിക്കുന്ന രീതിയിലേക്ക് പോയവരാണ് അവരെ പല നേതാക്കന്മാരും. അപ്പോൾ ഞങ്ങളെ രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ട, അത് കോടതിയല്ല, ഇനി ഏത് അപ്പൂപ്പന്മാരാണെങ്കിലും അതിൻ്റെ ആവശ്യമില്ല എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. അതിൻ്റെ കാരണം എന്താണ്? ഇവിടെ എന്താണ് വിഷയം? അരുണാചൽ പ്രദേശിലെ ഏക്കർ കണക്കിനുള്ള സ്ഥലം അത് നഷ്ടപ്പെട്ടു പോയി എന്ന് ഞങ്ങളാരുമല്ല പറഞ്ഞത്. ആരാണ് കേരളത്തിലെ ഇന്ത്യയുടെ ലോക്സഭയിൽ പറഞ്ഞത്? തവാങ് അവിടെ ഒരു പൂളുണ്ടാക്കുവാൻ ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സർക്കാർ പോയപ്പോൾ അവിടുത്തെ ആയിരക്കണക്കിന് ഏക്കറുകൾ അത് ചൈനീസ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അവിടെ ഇന്ത്യയുടെ പാർലമെന്റിലാണ് പരാമർശമുണ്ടായത്. അതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഗാൽവൻ താഴ്വരയിൽ, ലഡാക്കിലുള്ള ഗാൽവൻ താഴ്വരയിൽ അവിടെ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നും ഈ ചൈന കയ്യേറി എന്നുള്ളത് കൃത്യമായി നമ്മുടെ ലോക്സഭയിൽ പരാമർശം പറഞ്ഞിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് 2/12/2021 ഇന്ത്യയുടെ ഇതേ രാഹുൽ ഗാന്ധി ഈ ലോക്സഭാ സ്പീക്കർക്ക് ഇത് സംബന്ധിച്ച് ചൈനയുടെ എൻക്രോച്ച്മെൻറ്റ് സംബന്ധിച്ച് ലോക്സഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അതിന് മറുപടി ആരാ തന്നത്? ലോക്സഭാ സ്പീക്കർ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഗവൺമെൻറ് അതിന് ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ചർച്ചയ്ക്കില്ലാത്ത വിഷയം അത് ലോക്സഭയിൽ പറയാൻ കഴിയില്ലല്ലോ. അദ്ദേഹം പുറത്ത് പറഞ്ഞു. അദ്ദേഹം പുറത്ത് പറയുന്നതിന് മുമ്പ് ലോക്സഭയിൽ പറയാൻ അദ്ദേഹം താല്പര്യം കാണിച്ചു, എഴുതി കൊടുത്തു. ആ എഴുതി കൊടുത്തപ്പം അത് സമ്മതിക്കാതെ അതിൻ്റെ പേരിൽ പുറത്ത് പറഞ്ഞപ്പോൾ അത് വലിയ കാര്യം. ഞാനൊരു കാര്യം പറയട്ടെ, ഏത് ഇന്ത്യക്കാരനാണെങ്കിലും ഇന്ത്യയുടെ ഒരു ഇഞ്ച് ഭൂമി ഇന്ത്യയുടെ ശത്രു രാജ്യം തട്ടിയെടുത്തു എന്ന് സംശയമുണ്ടായാൽ അത് ചോദിച്ച്, അത് ഇന്ത്യയുടെ MP ആണെങ്കിൽ പാർലമെൻറ്റിൽ ചോദിക്കാം, MP അല്ലെങ്കിൽ അവന് താല്പര്യമുള്ള സ്ഥലങ്ങളിൽ ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ എന്ത് രാജ്യവിരുദ്ധതയാണുള്ളത്? ഇന്ത്യക്കാരുടെ എൻ്റെ മണ്ണ്, എൻ്റെ ഒരു അയൽവാസി അതിലൊരു ഫൂട്ട് അദ്ദേഹം എടുത്തെങ്കിൽ അതിൻ്റെ ഏതറ്റം വരെ സംസാരിക്കാൻ എൻ്റെ വീട്ടിൽ ഓരോരുത്തർക്കും അവകാശമുണ്ട്, എൻ്റെ തറവാട്ടിലുള്ള ഓരോരുത്തർക്കും അവകാശമുണ്ട്. അതിനാണ് ഇന്ത്യക്കാരായ എല്ലാവർക്കും അവകാശമുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? അതില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പോരെ? അതെന്താ? അങ്ങനെയാണെങ്കിൽ അത് ഇല്ല എന്ന് പറയാൻ ഏറ്റവും പറ്റിയ സ്ഥലം ലോക്സഭയായിരുന്നില്ലേ? എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? ഞങ്ങൾ 14/11/2019 തവാങ് ഭാഗത്ത് ചൈനയുടെ ഇടപെടലുണ്ടായി, അത് കയ്യേറ്റമുണ്ടായി എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാൻ നിങ്ങൾ തയ്യാറായില്ലല്ലോ. അപ്പോഴൊക്കെ നിങ്ങൾ പറയുന്ന ഒറ്റ ഉത്തരമാണ്, ഇന്ത്യ വിരുദ്ധന്മാരാണ്, രാജ്യത്തിനെതിരാണ്. ഇങ്ങനെ രാജ്യത്തിനെതിരാണ്, ഇന്ത്യ വിരുദ്ധമാണെന്ന് പറയുന്ന ചൈനീസ് സർക്കാരുമായി നിങ്ങൾ നടത്തിയിരിക്കുന്ന ഇടപാടുകൾ എന്തെല്ലാമാണ്? നിങ്ങൾ ആലോചിക്കണം. ഈ ലഡാക്ക് ഗാർഗിൽ താഴ്വരയുടെ തൊട്ടടുത്ത് കൂടെ പോകുന്ന പാക് ചൈന എക്കണോമിക് കോറിഡോറിലേക്ക് വേണ്ടി 6000 കോടി അമേരിക്കൻ ഡോളർ ചെലവഴിച്ചുകൊണ്ട് ചൈന മുന്നോട്ട് പോവുകയാണ്. അവിടെ കച്ചവട താല്പര്യം അവിടെയുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ പറയുന്നു ഞങ്ങളിവിടെ എന്തോ ചൈനക്ക് അനുകൂലമാണ്. ഞാൻ ചോദിക്കട്ടെ, 80% TV കോമ്പോണൻറ്റ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടിവിയുടെ ടെലിവിഷൻ്റെ 80% കോമ്പോണൻറ്റ് ചൈനയിൽ നിന്ന് ഇന്നും വാങ്ങുന്നത് ആരാ? ഇന്ത്യ ഗവൺമെൻറ്. ഞങ്ങൾ പറഞ്ഞല്ലോ അത് തെറ്റാണ്, അത് അവസാനിപ്പിക്കണം. അത് നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. ഇന്ത്യയുമായി ഈ ഇത്രയേറെ ചൈന മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയുടെ സ്ഥലങ്ങളെല്ലാം കൈയടക്കി മുന്നോട്ട് പോകുന്നു. അരുണാചൽ പ്രദേശ് മാത്രമല്ല, ലഡാക്കിലുണ്ട്, അവിടെ എല്ലാം ഉണ്ട്. അതെല്ലാം തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ ഇന്ത്യയുടെ ആർമി ചീഫ് അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന ഇറക്കിയല്ലോ. അതെന്താ നിങ്ങൾ പറയാത്തത്? അത് ചൈനയിൽ പോയി അദ്ദേഹം പറഞ്ഞല്ലോ, അവിടെ ചൈനയുടെ ഇടപെടലുകൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇല്ലാത്ത രാജ്യസ്നേഹം ഉണ്ട് എന്ന് നിങ്ങൾ കാണിക്കുവാൻ വേണ്ടി കോടതിയിൽ പോലും കൂട്ടുപിടിക്കുന്നു. രാജ്യത്തിലെ പരമോധികാരിയായ ഒരു സഭയിലെ പ്രതിപക്ഷത്തിൻ്റെ ഒരു നേതാവിനെ കാണിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇതൊക്കെ നിങ്ങൾ രാജ്യത്തെ തകർക്കുന്നുണ്ട്. ശരി, ഞാൻ തിരികെ എത്താം. ശ്രീ PM BJP ഞാൻ തിരികെ എത്താം. ഞാൻ വരാം. മനുപ്രസാദ്, എപ്പോഴൊക്കെ പ്രതിപക്ഷത്ത് നിന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നു, രാജ്യത്ത് ഇതറിയണമെന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പോഴൊക്കെ രാജ്യദ്രോഹമാണ് ചെയ്യുന്നത്, വഞ്ചനയാണ് ചെയ്യുന്നത്, പോകേണ്ടത് നിങ്ങൾ പാകിസ്ഥാനിലാണ്, ഇവിടെയല്ല ചോദിക്കേണ്ടത് എന്നാണ് സാധാരണ BJP നേതാക്കന്മാർ പറയാറുള്ളത്.
ഇതുപോലൊരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കോടതി ഇങ്ങനൊരു വിമർശനം ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് എന്ന് കോൺഗ്രസിന് തോന്നുകയും കോൺഗ്രസ് ആ തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പ്രതിപക്ഷം ഉണ്ടാകണം, ഒരു പ്രതിപക്ഷ നേതാവ് അന്തസ്സോടുകൂടി ആത്മാഭിമാനത്തോടു കൂടിയൊക്കെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികളാണ്, സംഘടനാ പ്രവർത്തകരാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യൻ ജനതയുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇല്ലാതായി പോയി എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ഇത്ര ഏക്കർ ഭൂമി ചൈന കൈവശപ്പെടുത്തി എന്നങ്ങ് തീരുമാനിക്കുകയാണ്. ആര് തീരുമാനിക്കുന്നു? ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് പറയുകയാണ്. അദ്ദേഹം പ്രമുഖനായ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നു, ചൈന ഇന്ത്യയുടെ ഭൂമി കൈവശപ്പെടുത്തി. ഒരൊറ്റ പ്രസ്താവനയാണ്. ഇന്ത്യൻ പട്ടാളം അവിടെ കീഴടങ്ങി കൊടുത്തു എന്ന് ഒരു മറയുമില്ലാതെ അങ്ങ് പറയുകയാണ്. ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ നരേന്ദ്രമോദിജിയെ വിമർശിച്ചോളൂ, മറ്റു കാര്യങ്ങൾ വിമർശിച്ചോളൂ. അടിസ്ഥാനരഹിതമായ അന്തർദേശീയ പ്രശ്നങ്ങളെക്കുറിച്ച് ഉണ്ടയില്ലാ വെടി പൊട്ടിക്കുന്നത് നമ്മുടെ നാടിനെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് നിർത്താൻ തയ്യാറെടുപ്പിക്കുന്നതിന് തുല്യമാണ്. ഇന്ത്യയിൽ നിന്നുകൊണ്ടൊരു സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറയേണ്ടതാണോ എന്ന് ചിന്തിക്കേണ്ടത് കോൺഗ്രസ് ആണ്. ഇനി ബ്ലഡിൽ ഇന്ത്യയുടെ രക്തമുണ്ടോ, ബ്ലഡിൽ ഇന്ത്യയുടെ രക്തമില്ലേ എന്നൊക്കെ പല ആക്ഷേപങ്ങളും നിത്യേന എന്നോണം കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ അതിലൊന്നും കൂടുതൽ പറയുന്നില്ല. ഇന്ത്യ എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ നല്ലൊരു ശതമാനം പാകിസ്ഥാനായി മാറിയിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആരാണെന്നും അത് ആരുടെ മുതുമുത്തച്ഛനാണെന്നും ഒക്കെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ചൈനയുടെ തന്നെ കാര്യമെടുത്താൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 1959 നടന്ന സമയത്താണ് ചൈന ഇന്ത്യയുമായി ഒരു ഒരു സമാധാന നിലയിലേക്ക് എത്തുന്ന സമയത്ത് യുദ്ധം അവസാനിക്കുന്ന 62 ആകുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് ചൈനയുടെ പോസ്റ്റുകൾ നിലനിർത്തി. എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനമെടുത്തത് 10 കിലോമീറ്ററുകൾക്കിപ്പുറം പോയിട്ട് പിൻവാങ്ങി കൊടുക്കാം എന്നാണ്. അങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയുടെ ഭൂമി മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തത് ചരിത്രപരമായി വസ്തുതാപരമായി ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുമ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ ഒരു ആരോപണം ഉന്നയിക്കുന്ന നേതാവിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. വസ്തുതാപരമായി ചരിത്രപരമായി പരിശോധിച്ചാൽ അതിനെയെല്ലാം പിന്താങ്ങിയിട്ടുള്ളത്, അതിൻ്റെ പ്രതിപട്ടികയിൽ നിൽക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഇനി രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം ഇന്ത്യക്കെതിരല്ലേ എപ്പോഴും? ഇവിടെ സുപ്രീം കോടതിയിൽ നിന്നും അങ്ങനെ ഒരു അഭിപ്രായം വന്നത് ഞങ്ങൾ പറയിപ്പിച്ചിട്ടാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് ഞങ്ങൾ എന്തിനാണ് പറയിപ്പിക്കണം? ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം ഇന്ന് നിങ്ങളോടൊപ്പം ഇരിക്കുന്ന, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്ത് അഭിപ്രായമാണ് രാഹുൽ ഗാന്ധിയുടെ വിവിധ വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളത്? ട്രംപ് എന്തു പറയുന്നോ അതാണ് ശരി എന്ന് അച്ചാരം വാങ്ങി പറയുന്ന ഒരാളെപ്പോലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പെരുമാറുന്നത് അത്യന്തം സങ്കടകരമല്ലേ? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇത്രയും അപലപനീയവും അപകടകരവുമായ ഒരു നിജസ്ഥിതിയിലേക്ക് താഴ്ന്നു പോകരുത് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ അങ്ങനെ പോകാതിരിക്കാനാണ് ഇന്ത്യൻ സമൂഹം അവിടെ ഇരുത്തിയിരിക്കുന്നത്. നിങ്ങൾ അവരെയെല്ലാം കളിയാക്കുകയും ആക്ഷേപിക്കുകയും അവരുടെ മനോനിലയും മനോവികാരത്തെയും ഒക്കെ വ്രണപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറയണോ, ഈ പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നത് വളരെ ഭംഗിയായി ചെയ്യുന്നതാണ്. ഇന്ത്യ സൈനികർ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ പ്രവർത്തനങ്ങളെല്ലാം കളിയാക്കും വിധമുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ നിങ്ങൾ ആദരിക്കപ്പെടേണ്ടവരാണ് എന്ന് ഞങ്ങൾ പറയണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ത്യൻ ജനത അത് ആഗ്രഹിക്കാത്തിടത്തോളം കാലവും ഈ നാടിന് അത് അപകടകരമായ കാലത്തോളവും ഞങ്ങളത് പറയില്ല. ഇനി ഞങ്ങളുടെ ദേശസ്നേഹത്തെയൊക്കെ അളക്കാൻ നിൽക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധിയുടെ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച് അവസാനിപ്പിക്കുക. പറഞ്ഞാൽ പ്ലീസ് ദയവ് ചെയ്ത് ചരിത്രപരമായി ഇല്ലാത്ത പല കാര്യങ്ങളെയും പറഞ്ഞ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യ ചൈന യുദ്ധം നടന്നതിനു ശേഷം നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നാഗപ്പൂർ പോയി കൊണ്ടുവന്ന് ഇന്ത്യൻ സൈനികരോടൊപ്പം നിങ്ങൾ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് പങ്കെടുപ്പിച്ച പ്രസ്ഥാനത്തിൻ്റെ പേര് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നാണ്. ഈ നാട് പ്രതിസന്ധി നേരിടുമ്പോൾ രാഷ്ട്രീയം നോക്കാതെ, കക്ഷി രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇടപെടാതെ രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെ മാറ്റി നിർത്താൻ പറ്റാത്ത സാമൂഹിക അന്തരീക്ഷം ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. രാഹുൽ ഗാന്ധിക്കും അത് കിട്ടാവുന്നതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധി ഇടപെടുന്നതെല്ലാം ഇന്ത്യക്കെതിരാണ് എന്നുള്ളത്, ഭാരതത്തിനെതിരാണ് എന്നുള്ളത് പൊതുസമൂഹം പറയുന്നതാണ്. ഇന്ന് കോടതിക്കും അങ്ങനെ തോന്നി
എന്ന് ഞങ്ങൾക്ക് അങ്ങനെ വിമർശിക്കാൻ പറ്റും, മനു, ഞങ്ങൾക്ക് അങ്ങനെ ഞാനൊന്ന് എതിർക്കാൻ പറ്റും. ചോദിക്കട്ടെ. കോടതി അത് പറഞ്ഞത് കോടതിക്ക് തോന്നിയുണ്ടായിരിക്കും. രാഹുൽ ഗാന്ധി നടത്തിയ വിമർശനങ്ങളൊക്കെ പൊതു സമൂഹത്തിന് മുന്നിൽ തന്നെയുണ്ട്. ഏതെങ്കിലും സ്ഥലത്ത് അദ്ദേഹം സൈന്യത്തെ അപമാനിക്കുകയോ സൈന്യത്തിൻ്റെ കുറ്റം കൊണ്ടാണെന്ന് പറയുകയോ സൈന്യം തോറ്റ് മടങ്ങിയെന്ന് പറയുകയോ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ സൈന്യം കീഴടങ്ങി എന്ന തരത്തിലുള്ള പരാമർശങ്ങളോ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടായതായിട്ട് കണ്ടിട്ടില്ല. ഏതെങ്കിലും സമൂഹ മാധ്യമത്തിലടക്കം രാഹുൽ ഗാന്ധി അത്തരം പരാമർശങ്ങൾ നടത്തിയതായിട്ട് കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതിനുത്തരം പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഭരണകൂടം, അതിൽ ഉള്ള പാർട്ടി അതിനുത്തരം പറയുമെന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുന്നത്. ആ സമയത്തൊക്കെ എല്ലായ്പ്പോഴും നിങ്ങൾ പറയുന്നത് സൈന്യത്തെ അപമാനിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിഷയത്തിനകത്ത് കരസേനയുടെ ജനറൽ മേധാവി ഉപേന്ദ്ര ദ്വിവേദി പറയുകയാണ്, ഈ കഴിഞ്ഞ 2020 പോലുള്ള ഒരു സ്ഥിതി 2024 ഒക്ടോബർ 21 ഒപ്പുവെച്ച സൈനിക പിൻവലിക്കൽ കരാറിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഒരുപാട് പെട്രോളിംഗ് പോയിന്റിലേക്ക് ഇപ്പോൾ ഇന്ത്യക്ക് പ്രവേശിക്കാൻ, ഇന്ത്യയുടെ പെട്രോളിംഗ് നടത്താൻ ചൈനയുടെ സമ്മതം ആവശ്യമുണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ കരസേനയുടെ മേധാവിയാണ്. അപ്പോൾ അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹം രാജ്യദ്രോഹിയാകുന്നില്ല. ഇതേ ചോദ്യം ജനങ്ങൾക്കറിയാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് ചോദിക്കുമ്പോൾ അദ്ദേഹം രാജ്യദ്രോഹിയാകുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് പാകിസ്ഥാനിലേക്ക് പോകാനാണ് പറഞ്ഞത്. അദ്ദേഹം രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞു. അനിൽ ചൗഹാൻ, അദ്ദേഹം കരസേനയുടെ സൈനിക മേധാവികൾ ഒരാൾ, അനിൽ ചൗഹാൻ വിദേശത്ത് പോയി പറയുന്നു ഇന്ത്യക്ക് ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടെന്ന്. അദ്ദേഹം ഉൾപ്പെടെയുള്ള മറ്റ് സൈനിക മേധാവികളും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും രാഹുൽ ഗാന്ധി മാത്രം രാജ്യദ്രോഹിയായി. അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് പാർലമെന്റിൽ ഉത്തരം കിട്ടുന്നില്ല. പാർലമെന്റിൽ ഉത്തരം ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള വിഷയത്തിനകത്ത് പാർലമെന്റിൽ ഉത്തരം കിട്ടിയിട്ടില്ല. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് ജനങ്ങൾക്ക് മുന്നിൽ ഇത് പറയില്ലേ? അപ്പോൾ ആ രാജ്യദ്രോഹിയായി മാറുന്നത് എന്തുകൊണ്ടാണ്? പ്രതിപക്ഷ നേതാവ് പറയുന്നതെല്ലാം സൈന്യത്തെ അപമാനിക്കുന്നതായി വളച്ചൊടിക്കപ്പെടുകയല്ലേ? ഇതിലൊരു കാര്യം പറയാം. അപർണ ചോദിച്ചതുപോലെ ഈ നാട്ടിൽ ജീവിക്കുന്ന ചില ആളുകൾ ചില അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ഇത്തരം അഭിപ്രായങ്ങൾ പറയുമ്പോൾ മാത്രം, ഇത്തരം വിമർശനാത്മകമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ മാത്രം എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ചോദ്യം. പ്രശ്നം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് എന്ന് ഇപ്പോൾ നമ്മൾ അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്തും വിളിച്ചു പറയേണ്ട ഒരാളാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുമ്പോൾ അതിന് ഗൗരവപരമായ വസ്തുതയുടെ പിൻബലം ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ ആരെങ്കിലും പാർലമെന്റിൽ മറുപടി കൊടുക്കണം. പാർലമെന്റിൽ ചോദിക്കുമ്പോൾ പാർലമെന്റിൽ മറുപടിയില്ല. നേരത്തെ PM നിയാസ് എന്താണ് സംഭവിച്ചത്? ഗാൽവാനിക് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, ഗാൽവാൻ താഴ്വരയുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട് പാർലമെന്റിൽ ഉണ്ടായത് അദ്ദേഹം പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലടക്കം ഈ ഫൈറ്റർ ജെറ്റുകളുടെ കാര്യത്തിനകത്ത് ഉത്തരമില്ല, അത് സംസാരിക്കാൻ സർക്കാരിന് താല്പര്യമില്ല. അതല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം പറയുമ്പോൾ ആ പേര് പറയാൻ താല്പര്യമില്ല. ഇത്തരം ചില വിഷയങ്ങൾ വരുമ്പോൾ അത് പാർലമെന്റിൽ സംസാരിക്കണം. പാർലമെന്റിൽ സംസാരിക്കാതിരിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ ട്രംപ് പറഞ്ഞതാണോ ശരി, നമ്മുടെ രാജ്യം പറഞ്ഞതാണോ ശരി എന്ന ചോദ്യമല്ല ചോദിച്ചത്. ട്രംപ് പറഞ്ഞതല്ലേ ശരി എന്നുള്ളതാണ് ചോദിക്കുന്നത്. ട്രംപ് പറഞ്ഞതല്ലേ ശരി എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിനോട്, അമേരിക്ക പറയുന്നതല്ലേ ശരി എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിനോട് ഈ രാജ്യം എന്താണ് പറയേണ്ടത്? ഈ ഭാരതം എന്താണ് പ്രതികരിക്കേണ്ടത്? ഈ നാട്ടിലെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കണം? ട്രംപിനെ ഓൺ ചെയ്യുകയാണ്. ഈ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നുണ്ട് ഞങ്ങൾ ആ യുദ്ധത്തിലെടുത്ത സമീപനത്തെക്കുറിച്ച്, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുന്നതിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് പറയേണ്ടതെല്ലാം പറയുന്നുണ്ട്. ഉത്തരം ഞാൻ രാഷ്ട്രീയ വേദിയിൽ നടത്തിയ പ്രസംഗത്തെ കുറിച്ചല്ല പറയുന്നത്, പാർലമെന്റിൽ അതിന് ഉത്തരം ഞാൻ പറയുന്നത് പറയാൻ പറ്റുന്ന പരിമിതികളിൽ നിന്ന് പറയേണ്ടതെല്ലാം പറഞ്ഞു. പക്ഷേ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ പ്രശ്നം, നിങ്ങൾ ട്രംപ് പറഞ്ഞത് തെറ്റല്ലേ, അത് ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം. ഫസ്റ്റ് പ്രസ്താവന ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയേണ്ടത് ഞങ്ങളുടെ രാജ്യത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് പറയേണ്ട കാര്യമില്ല എന്ന ആർജവത്തോടു കൂടി ഒരു പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് വേണം ഈ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിക്കാൻ. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്, രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല. ട്രംപ് പറഞ്ഞതെല്ലാം ശരി എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം നടത്തുന്നു. ആ ശ്രമം അപകടകരമാണ്. അത് ആര് ഭരിച്ചാലും രാജ്യത്തിന് അപകടകരമാണ്. മറ്റൊരാളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നു, ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി പറയുന്നു, പ്രതിരോധ മന്ത്രി പറയുന്നു, സൈന്യം പറയുന്നു. എന്നാലും രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ് ട്രംപ് അത് പറഞ്ഞില്ലേ എന്ന്. ട്രംപ് ആരാ? ട്രംപ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് പറയുന്നതായിരിക്കും ശരി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം പറയുന്നതാണ് ശരി. അങ്ങനെ നാട്ടിലുള്ള എല്ലാവരെയും ഓൺ ചെയ്ത് ട്രംപ് ഇടയ്ക്ക് പറഞ്ഞു ഈ രാജ്യത്തിൻ്റെ എക്കണോമി ഡെഡ് എക്കണോമിയാണെന്ന്. ഉടനെ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞു രാജ്യത്തിൻ്റെ എക്കണോമി ഡെഡ് എക്കണോമിയാണെന്ന്. ഈ രാജ്യത്തെ 60 വർഷം ഭരിച്ച് മുടിച്ച് ചൈനയുടെ കാൽക്കീഴിൽ കൊണ്ട് കെട്ടി അവരുടെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തുന്ന വിധത്തിലേക്ക് ഈ നാടിനെ മാറ്റിയിട്ട് ഇന്നത്തെ ചർച്ചയിൽ പോലും ഒരാൾ വന്നിരുന്ന് പറയുകയാണ് ഇന്ന് TV-യുടെ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നത് ചൈനയിൽ നിന്നല്ലേ എന്ന്. നാട് ഇതുവരെ 60 വർഷം ഭരിച്ച് ഈ നാടിനെ അങ്ങനെ ആക്കിയിട്ട്
ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന ചില മാറ്റങ്ങളും ഉടനെ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ മൊബൈൽ എത്രയോ കാലമായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇന്ത്യൻ എക്കോണമി ഡെഡ് എക്കോണമിയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനുശേഷമല്ലേ ട്രംപ് പറഞ്ഞത്? ട്രംപ് പറയുന്നതിന് മുൻപേ രാഹുൽ ഗാന്ധി പറയുന്നുണ്ടല്ലോ ഡെഡ് എക്കോണമിയാണെന്ന്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലിരിക്കുന്ന, കോൺഗ്രസിന്റെ ആരാധ്യനായിട്ടുള്ള നേതാവായിട്ടുള്ള, കോൺഗ്രസ്സുകാർ കൊണ്ട് നടക്കുന്ന ശശി തരൂർ ലോകത്തിലെ എല്ലാ മേഖലകളിലും അറിവുള്ള അദ്ദേഹം പറയുന്നു, രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റ്. ഇന്ത്യ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ്. വിദ്യാഭ്യാസമുള്ളവർ, വിവരമുള്ളവർ, ആ മേഖലയിൽ പ്രഗത്ഭരായവർ പറയുന്നു ഇന്ത്യ വളരുന്ന എക്കോണമിയാണെന്ന്. 10ാം സ്ഥാനത്ത് നിന്നും 12ാം സ്ഥാനത്ത് നിന്നും 5ാം സ്ഥാനത്തേക്കും 4ാം സ്ഥാനത്തേക്കും 3ാം സ്ഥാനത്തേക്കും എത്താൻ പറ്റുന്ന പ്രവർത്തനത്തിലേക്ക് ഈ നാടിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ കയറ്റുമതിയിൽ വലിയ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ രാജ്യം ഒരു വികസിത രാഷ്ട്രമായി മാറുന്നത് ഏറ്റവും അപകടകരമായി കാണുന്ന ഒരു രാജ്യമായിരിക്കും സ്വാഭാവികമായിട്ടും അമേരിക്ക. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുത്തകയെ ഇല്ലാതാക്കാനുള്ള ശ്രമം, അവരുടെ കുത്തക നിലനിർത്താനുള്ള ശ്രമമായിരിക്കും. അതിനുവേണ്ടി അവർ പലതും പറയും, അവർ പലതും ചെയ്യും. അവരോട് ഞങ്ങൾ നയതന്ത്രപരമായ സമീപനവും ബന്ധവും പുലർത്തണം. പക്ഷേ അവർ പറയുന്നതെല്ലാം ശരി, നമ്മുടെ നാട് പറയുന്നതെല്ലാം തെറ്റ് എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ പ്രസ്താവന ഏറ്റവും കൂടുതൽ മൊബൈൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നായി നാട് മാറി. ആ നാട് മാറി അതിലെ TV ഉപകരണങ്ങൾ ചൈനയിൽ നിന്നല്ലേ ഇറക്കുന്നത്. CB സത്യൻ, സവർക്കർ വിഷയത്തിലാണ് ഏറ്റവും ഒടുവിൽ, ഇതിനു മുൻപ് ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി കോടതി കയറേണ്ടി വന്നത്. അദ്ദേഹത്തിന് സ്റ്റേ അനുവദിച്ചുകൊണ്ടാണ്. പക്ഷേ ജസ്റ്റിസ് ദീപാങ്കർ മേത്ത തന്നെ, ഇതേ ജസ്റ്റിസ് തന്നെയാണ് അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്തത്. സ്വാഭാവികമായിട്ടും ഇതിനകത്തൊരു പരമോന്നത കോടതിയാണ്. ഈ നടത്തുന്ന പരാമർശം അതേതെങ്കിലും വിധിയുടെ ഭാഗമായിട്ടല്ല, ഉത്തരവിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല, എങ്കിലും ഒരു രാഷ്ട്രീയ പ്രതികരണമാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പം നമുക്ക് ഈ സംഭവത്തെ ഒരു 3-4 വ്യത്യസ്തമായ ആംഗിളിൽ കാണേണ്ടതുണ്ട്. ഒന്നാമത്തത് ഞാൻ പറയുന്നത്, പെഗാസസ് സ്പൈവെയർ കേസിൽ 2021 സുപ്രീം കോടതി പരിഗണനയിൽ വന്നപ്പോൾ ഇതേ സുപ്രീം കോടതി തന്നെ വളരെ കൃത്യമായ, അതായത് ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന, ഒരു ഒബ്സർവേഷൻ നടത്തുകയുണ്ടായി. അതിനകത്ത് അവർ പറഞ്ഞത് നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒറ്റ വാക്കുകൊണ്ട് പൗരാവകാശങ്ങളെ റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ വളരെ കൃത്യമായിട്ട് അതിനകത്ത് വിവക്ഷിച്ചത്. അതായത് പെഗാസസ് സ്പൈവെയർ ഉപയോഗിച്ചുകൊണ്ട് പലരുടെയും ഫോൺ ചോർത്തുകയും പലരുടെയും മെയിലുകളും മറ്റു വിവരങ്ങളും സ്വകാര്യ വിവരങ്ങളും ചോർത്തുകയും ചെയ്തപ്പോൾ അതിനെതിരെ കേസ് വന്നപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്ന മറുപടി എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി, ദേശീയ സുരക്ഷയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പൊ കോടതി കൃത്യമായി പറഞ്ഞത് ദേശീയ സുരക്ഷ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വാക്കുകൊണ്ട് പൗരാവകാശങ്ങളെ ഹനിക്കാൻ പറ്റില്ല, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ പറ്റില്ല. അപ്പൊ വളരെ കൃത്യമായിട്ട് പൗരാവകാശങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സംഭവം ഉണ്ടായ, അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഉണ്ടായ അതേ പരമോന്നത കോടതിയിൽ നിന്ന് ഇന്ന് ഒരു ജഡ്ജി ഒരു സർക്കാരിനെ വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവിനോട് നിങ്ങൾ ചൈനയോടാണോ കൂറ് എന്ന് ചോദിക്കുന്ന പരിഹാസ്യമായ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. ഇതിനെ പരിഹാസ്യം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. കാരണം ഒബ്വിയസ്ലി സുപ്രീം കോടതിയാണ്, പരമോന്നത കോടതിയാണ്. പക്ഷേ ജഡ്ജിയുടെ ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, അതായത് ഒരു രാജ്യം അതിന്റെ അതിർത്തിയിൽ കുറെ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ശത്രു രാജ്യം ഇരച്ച് കയറി, അതിനകത്ത് കൃത്യമായി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാകുന്നില്ല. അതിനെ പരസ്യമായിട്ടൊരു യോഗത്തിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഇനബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ അത് ഈ പറഞ്ഞതുപോലെ രാജ്യദ്രോഹമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചൈനയോടാണോ കൂറ്, അതുകൊണ്ടാണോ ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ, വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിൽ, നിയമം അറിയാവുന്ന ഒരു സമൂഹത്തിൽ, ഒരു ജനാധിപത്യ സമൂഹത്തിൽ എങ്ങനെയാണ് ഇത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക എന്നതുപോലും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമ്മളിതിനെ കൂട്ടി വായിക്കേണ്ടത് മറ്റൊരു വിഷയമായിട്ടാണ്. ഇന്നലെ ബോംബെ ഹൈക്കോടതി, ഞാൻ നോക്കട്ടെ, ബോംബെ ഹൈക്കോടതി CPM-നെതിരെ സമാനമായ ഒരു പരാമർശം നടത്തി. CPM ഗാസ വിഷയത്തിൽ ഒരു സമരം ചെയ്യാനായിട്ട് അനുവാദം ചോദിച്ചപ്പോൾ മുംബൈ പോലീസ് അത് നിഷേധിക്കുകയും അതിനെ തുടർന്ന് അവർ കോടതിയെ സമീപിക്കുകയും ചെയ്തപ്പോൾ കോടതി അവരോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഇന്ത്യയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അവിടെ പ്രതിഷേധിച്ചൂടെ എന്ന്. ഞാൻ ചോദിക്കുന്നത്, ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തന മേഖല, അതായത് അത് ലോകം മുഴുവനുള്ള എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കാനും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇരിക്കെ എല്ലാം രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സങ്കുചിത സങ്കല്പത്തിലേക്ക് ചുരുക്കിക്കൊണ്ടുവന്ന് ഒരു തീവ്രദേശീയത, അപകടകരമായ ഒരു തീവ്രദേശീയതയുടെ ഒരു തരംഗം കോടതികളെ പോലും പിടിമുറുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം സംഭവിക്കുന്നത്, ഇവിടെ BJP പ്രതിനിധിയും പലവട്ടം പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലും അദ്ദേഹത്തിന് ഇതുവരെ രാജ്യവും ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടില്ല. ഒരു രാഷ്ട്രവും ഗവൺമെന്റും ഒന്നല്ല. മോദി സർക്കാർ എന്ന് പറയുന്നത് ഇന്ത്യ അല്ല. ഇന്ത്യ ഭരിക്കുന്ന നിലവിലുള്ള ഒരു ഭരണ സംവിധാനം മാത്രമാണ്. സർക്കാരിനെ വിമർശിക്കുന്നത് രാജ്യത്തെ വിമർശിക്കുന്നതല്ല.
സർക്കാരും രാജ്യവും വളരെ വ്യക്തമായി രണ്ട് എൻറ്റിറ്റിയാണ് എന്ന ബോധ്യം പോലും, അതായത് കോടതികൾക്ക് പോലും നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ഒരു സംശയത്തിലാണ് ഇപ്പോൾ. അതായത് സമാനമായ സിറ്റുവേഷൻ നമുക്ക് രണ്ടാം ലോകമായതിനു മുമ്പുള്ള നാസി പാർട്ടിയുടെയും ഫാസിസ്റ്റ് പാർട്ടി, ഇറ്റലിയിലെ ഫാസിസ്റ്റ് പാർട്ടിയുടെയും ജർമ്മനിയിലെ നാസി പാർട്ടിയുടെയും വളർച്ചയുടെ കാലഘട്ടത്തിൽ സമാനമായൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുള്ളതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് അന്നത്തെ നിയമങ്ങൾ, ജുഡീഷ്യറി മൊത്തമായിട്ട് ഒരേ തരത്തിലേക്ക് അലൈൻ ചെയ്യപ്പെടുകയും അവര് നാസി ഈ പറഞ്ഞ മുന്നോട്ട് വെച്ച അതിതീവ്ര ദേശീയതയെ എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തു. അന്ന് അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇത്തരം ജഡ്ജിമാരെ പുറത്താക്കുകയും അവർക്ക് താല്പര്യമുള്ളവരെ കൊണ്ടുവരികയുമായിരുന്നു. നിലവിലെ അവസ്ഥ അങ്ങനെയല്ല. നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ ജുഡീഷ്യറിയുടെ ഒരു വിഭാഗം തന്നെ പക്ഷം ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു മാരകമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ മേഖലകളിലും അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അതിഭീകരമായ ഒരു ഏകാധിപത്യ പ്രവണത വളർന്നു പന്തലിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ രാജ്യവും ഗവൺമെന്റും രണ്ടാണ് എന്നും വിമർശിക്കാനുള്ള അധികാരം പ്രതിപക്ഷ നേതാവിനുണ്ട് എന്നുള്ള വസ്തുത ഉൾക്കൊള്ളാതെ അതിനെ ഒരു കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പരമോന്നത നീതിപീഠത്തിലെ ഒരു ന്യായാധിപന് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് സത്യത്തിൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മളൊരു ജുഡീഷ്യറിയുടെ ഓവർ ആക്ടിവിസം എന്ന് പറയാൻ, അല്ലെ ഓവർ ആർച്ചിങ് എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ എടുത്ത് നോക്കുക. രാഹുൽ ഗാന്ധി നടത്തുന്ന എല്ലാ പ്രസ്താവനകളെയും രാജ്യദ്രോഹമാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു ഭയങ്കര സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ് BJP ഇന്ത്യ മൊത്തം അഴിച്ചുവിട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു അതിനെ ഉടനെ ഇന്ത്യ വിരുദ്ധമാക്കുക. നമ്മളൊരു കാര്യം ആലോചിക്കണം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ലോകത്തോട് തുറന്നു സമ്മതിച്ചു ഞങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. അതിനർത്ഥം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യൻ സപ്പോർട്ടർ ആണെന്നാണോ? പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ആളായതുകൊണ്ടാണ് അദ്ദേഹം നഷ്ടം ഉണ്ടാകുന്ന സങ്കല്പിച്ചത്, സമ്മതിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യക്ക് നഷ്ടം ഉണ്ടായെന്നുള്ള ചോദ്യം ചോദിച്ച പ്രതിപക്ഷ നേതാവ് അതുകൊണ്ട് പാകിസ്ഥാൻകാരനാണ് എന്നാണ്. അതെന്ത് ന്യായമാണത്? ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ പറഞ്ഞ ന്യായം കറക്റ്റ് ആണെങ്കിൽ നാളെ പാകിസ്ഥാൻകാർക്ക് പറഞ്ഞൂടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യൻ സപ്പോർട്ടറാണ്, അതുകൊണ്ടാണ് അദ്ദേഹം നഷ്ടങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞതെന്ന്? ഇപ്പൊ ഇന്ത്യ ഉണ്ടായ നഷ്ടങ്ങളെ കുറിച്ച് പറയുന്നില്ല. ഇന്ത്യക്ക് അത് പറയാൻ ധൈര്യമില്ല. ഇന്ത്യൻ സർക്കാരിനത് പുറത്തുവിടാൻ ധൈര്യമില്ല. ഇന്ത്യൻ സർക്കാർ ആരെയാണ് മറയ്ക്കുന്നത്? ഇന്ത്യൻ സർക്കാർ, ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇന്ത്യയുടെ ജനാധിപത്യ രാഷ്ട്രത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തു വിട്ട ഒരു സർക്കാരാണ്. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് വാങ്ങിയ ആയുധങ്ങളും ഷെല്ലുകളും ഫൈറ്റർ ജെറ്റുകളുമാണ് ഇന്ത്യക്കുള്ളത്. അപ്പൊ അതിനകത്ത് ഒരു യുദ്ധത്തിന്റെ അവസാനം എന്ത് സംഭവിച്ചു എന്ന് ഇന്ത്യയിലെ ജനങ്ങളോട് വെളിപ്പെടുത്തേണ്ട രാഷ്ട്രീയ മര്യാദ ഇന്ത്യൻ സർക്കാരിനുണ്ട്. അതവർ ചെയ്തിട്ടില്ല. അതേസമയം തന്നെ അപ്പം ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞത് ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷത്തിനെ ഉടൻ രാജ്യദ്രോഹികളാക്കി മാറ്റുന്ന ഒരു ഹ്യൂജ് ക്യാമ്പയിൻ അഴിച്ചുവിടുക. കാരണം IT മേഖലയിലും സോഷ്യൽ മീഡിയയിലുള്ള അപ്രമാദിത്വം ഉപയോഗിച്ചിട്ട് അതിനെ മൊത്തത്തിൽ അടിച്ചു തകർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ ട്രംപ് പറയുന്ന ഡെഡ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന സാധനം, ഡെഡ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇന്ത്യക്ക് വളർച്ചയില്ല എന്നല്ല, ഇന്ത്യയുടെ അപ്പർ ക്ലാസ് മാത്രമാണ് വളരുന്നത്. ഇന്ത്യയിലെ MSME SME വിഭാഗങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ മധ്യവർഗ സമ്പദ് വ്യവസ്ഥ മൊത്തം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. കുറെ അംബാനിമാരുടെയും അദാനിമാരുടെയും ചുമലിൽ മാത്രമാണ് ഇന്ത്യൻ എക്കോണമി മുന്നോട്ട് പോകുന്നത്. താഴെത്തട്ടിൽ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഈ പറഞ്ഞ യാതൊരു സംഭവങ്ങളും എത്തുന്നില്ല. ഈ വളർച്ചയുടെ എഫക്ട് ഏറ്റവും താഴെത്തട്ടിൽ എത്തുന്നില്ല എന്നുള്ളത് സത്യമാണ്. സോ എസെൻഷ്യലി വളർച്ച ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ ഒരു ഡെഡ് എക്കണോമിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ വളർച്ച ഇൻക്ലൂസീവ് അല്ല. അതാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നത്. അത് ട്രംപ് ഒരു കളിയാക്കി പറഞ്ഞതാണെങ്കിൽ പോലും അതിനകത്ത് രാഹുൽ ഗാന്ധി അതിനെ എൻഡോഴ്സ് ചെയ്യുമ്പോൾ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയെ സപ്പോർട്ട് ചെയ്തത് രാഹുൽ ഗാന്ധി അല്ല. നമ്മൾ മനസ്സിലാക്കണം. ട്രംപിന്റെ കഴിഞ്ഞ ബൈഡനോട് പരാജയപ്പെട്ട ഇലക്ഷനിൽ അമേരിക്കയിൽ പോയി ഇന്ത്യക്കാരെ വിളിച്ചു നിർത്തി ഈ ട്രംപിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് മഹാന്റെ പേര് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ്, അല്ലാതെ രാഹുൽ ഗാന്ധി എന്നല്ല. അപ്പൊ അത്രയേറെ അടുപ്പമാവുകയും അത്രയേറെ കെട്ടിപ്പിടുന്നത് നടക്കുകയും ട്രംപ് ഈസ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ലോകം മൊത്തം എൻഡോഴ്സ് ചെയ്യുകയും ചെയ്തത് നരേന്ദ്രമോദിയാണ്, രാഹുൽ ഗാന്ധി അല്ല. അപ്പൊ നമ്മൾ ഇതിനകത്ത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ എന്ന് പറയുന്നത് അതിനെ മെറിറ്റിലാണ് പരിശോധിക്കേണ്ടത്, അല്ലാതെ അതിനെ ഞാൻ തിരികെ എത്താം. അതിനുള്ള ഉത്തരങ്ങൾ എന്തായാലും മനുവിലേക്ക് ഞാൻ വരാം. അതിന് മുൻപ് വിനോദ് മാത്യു വിൽസൺ നമുക്കിപ്പം. വിനോദ്, രാജ്യത്ത് എന്ത് ചോദ്യം ചോദിച്ചാലും അത് സർക്കാരിനെതിരാണെങ്കിൽ, അത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരാണെങ്കിൽ അത് രാജ്യദ്രോഹമാക്കുകയാണോ എന്നുള്ള ചോദ്യം ആം ആദ്മിയുടെ നേതാക്കന്മാരും മുൻപ് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഒരു വിധിയല്ല, ഒരു ഉത്തരവല്ല, അതൊരു ഉപദേശ രൂപേണയുള്ള ഒരു കാര്യമാണ്. അത് BJP നേതാക്കന്മാർ തന്നെ പറയുന്നത് സഹികെട്ട് കോടതി പോലും പറഞ്ഞു പോകുകയാണ്. 1 or 2 കേസുകളല്ല, എത്രയോ കേസുകൾ വരുന്നു. ഈ കേസുകൾക്കൊന്നും അടിസ്ഥാനമില്ലാത്ത പല പോയിന്റുകളും ഉന്നയിക്കുന്നു, അസത്യപ്രചാരണങ്ങൾ നടത്തുന്നു. കോടതി എങ്ങനെയാണ് ഇത് ഉപദേശ രൂപേണയെങ്കിലും ഇത് പറയാതിരിക്കുക എങ്ങനെയാണ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. മറുവശത്ത് പറയുന്നത് ഇങ്ങനെ ഒരു സ്വാധീനം ഉണ്ടാവുകയാണെങ്കിൽ അത് എത്രത്തോളം ഭയങ്കരമായിരിക്കും, അതെത്രത്തോളം ഭീതിജനകമായിരിക്കും എന്നുള്ള ഒരാശങ്കയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്.
ഏത് തരത്തിലാണ് അതൊരു ദേശീയ രാഷ്ട്രീയത്തിൽ അത് ഏത് തരത്തിലാണ് കാണുന്നത്? ഈ ചർച്ച തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 32 മിനിറ്റ് ആയി. ഇനിയും ഒരു റൗണ്ടിൽ, അടുത്ത റൗണ്ടിൽ എനിക്ക് സമയം കിട്ടുമെന്നറിയില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്കൊരു അല്പം സമയം കൂടുതൽ തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഈ വിഷയത്തിൽ ഇപ്പം ഞാൻ കോൺഗ്രസിന്റെ ഭാഗം പറയാനാണുള്ളത്. എന്നാൽ പോലും സാന്ദർഭിക വശാൽ എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച യുവമോർച്ചയുടെ തുടർന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ മഹാനായ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വരണം, കാണണം എന്നൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു എന്നുള്ള വർത്തമാനം ഇവിടെ പറഞ്ഞു. പക്ഷെ ഇതേ യുവമോർച്ച നേതാക്കന്മാരും ഇതേ യുവമോർച്ചയുടെ മൂത്ത BJP-ക്കാരോട് പറയുന്നത് പ്രതിപക്ഷ മുക്ത ഭാരതം, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ട്. അതായത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ ഞാൻ കാണുന്നത് അതിന് മറ്റൊരു വശമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു അപർണ തന്നെ സൂചിപ്പിച്ചു. കോടതി പറഞ്ഞ കാര്യം എന്താണ്? ഈ ചൈനയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു പരാമർശത്തിൽ കോടതി പറഞ്ഞ മറ്റൊരു അങ്ങോട്ട് ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് പാർലമെന്റിൽ ഉന്നയിച്ചുകൂടാന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട് മീഡിയ ആയിട്ട് അല്ലെങ്കിൽ പത്രക്കാരെ കാണുമ്പോൾ മാത്രം പറയുന്നു, പാർലമെന്റിൽ എന്തുകൊണ്ട് ഉന്നയിച്ചുകൂടാ? ചോദ്യം ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കോടതി അങ്ങോട്ട് ചോദിക്കുന്നത്. അവിടെ എനിക്കൊരു ചോദ്യമുള്ളത്, ഈ ഡിബേറ്റ് എന്ന് പറയുന്നത് പരസ്പരം ചോദിക്കാൻ കൂടി വേണ്ടിയാണല്ലോ. അതുകൊണ്ട് അപർണ, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം മനുവിനോട് ചോദിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് രാജ്യസഭയിൽ ആം ആദ്മിയുടെ MP ആയിട്ടുള്ള സഞ്ജയ് സിംഗ് ഒരു ചോദ്യം പ്രധാനമന്ത്രിയോടും അല്ലെങ്കിൽ BJP പ്രതിനിധികളോടും ചോദിച്ചു. ആ ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നമുക്കത് വേണമെങ്കിൽ ഫാക്ട് ചെക്ക് നടത്താം, അല്ലെങ്കിൽ നമുക്ക് അതിനെ കൂടുതൽ അന്വേഷിക്കാം. അത് നമ്മുടെ ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ടുള്ള ഈ ആക്രമണം നടക്കുമ്പോൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്ട്രൈക്ക് നടക്കുന്ന സമയത്ത് ഈ യുദ്ധം നിർത്തി എന്ന് പറയുന്ന ഒരു സംഭവം വന്നല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത്, കേട്ടോ, എനിക്ക് എന്റെ ഭാഗത്ത് തെറ്റാണെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ ഞാനൊരു മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ എന്റെ മൊബൈൽ ഫോൺ നോക്കുമ്പോൾ ഇന്ത്യ വെടിനിർത്തി എന്നുള്ള ഒരു വാർത്ത ട്രംപിന്റെ വാർത്തയായിട്ടാണ് ആദ്യം ഇന്ത്യയിലെ മാധ്യമങ്ങൾ ട്വീറ്റ് ചെയ്യുന്നത്, മാധ്യമങ്ങൾ പുറത്തു. ട്രംപ് പറഞ്ഞൊരു വാർത്തയാണ്, ട്രംപ് പറഞ്ഞിരിക്കുന്നു, ട്രംപിന്റെ മധ്യസ്ഥത്തിൽ തീർന്ന വാർത്തയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് പിന്നെ ഇന്ത്യ സ്ഥിരീകരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് തിരുത്താം, ചർച്ചയിൽ തെറ്റുപറ്റിയ തിരുത്താം. അതെന്തുകൊണ്ടാണെന്ന് പറയണം. രണ്ടാമത്തെ കാര്യം, ഈ ദേശീയതയെ പറ്റി ചോദിക്കുമ്പോൾ ദേശീയത എന്ന് പറയുന്നത് ഇവരുടെ മാത്രം കുത്തകയാണെന്നാണ് ഇവർ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം രാജ്യസഭയിൽ, ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ചൈനയും എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ ശത്രുവാണെന്നാണ് പാകിസ്ഥാനും ആ സ്ഥലത്ത് നിർത്തേണ്ടതായിട്ടുണ്ട്. ഇതേ ചോദ്യം രാജ്യസഭയിൽ സഞ്ജയ് സിംഗ് ചോദിച്ചു. ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്ന് പറയുന്ന ആളൊരു ട്വീറ്റ് ഉണ്ടായിരുന്നു. ആ ട്വീറ്റ് ഇങ്ങനെയാണ്, അതായത് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഞാനും, അതായത് അദ്ദേഹവും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US വൈസ് പ്രസിഡന്റ് JD വാൻഡലും, അതുപോലെ തന്നെ ഇന്ത്യയുടെ മന്ത്രിയായിട്ടുള്ള ജയശങ്കറും അജിത് ഡോവലും, അതുപോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫും, അതുപോലെ തന്നെ അവരുടെ ആർമി ചീഫായ അസീം മുനീറും, അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പേര്, അവരുടെ സൈനിക ഉപദേഷ്ടാവായിട്ടുള്ള അസീം മാലിക്കും തമ്മിൽ ചർച്ച നടത്തുകയായിരുന്നു. ഞാൻ പറയുന്നതല്ല കേട്ടോ, രാജ്യസഭയിൽ രേഖപ്പെടുത്തിയ സഞ്ജയ് സിംഗ് MP-യുടെ പ്രധാനപ്പെട്ട പ്രസംഗമാണ്. നരേന്ദ്രമോദിയുള്ള, അമിത്ഷായുള്ള രാജ്യസഭയിൽ ചോദ്യമാണ്. ഞങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. ആരൊക്കെയാണ്? പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് അവരുടെ പ്രധാനമന്ത്രിയുണ്ട്, അവരുടെ സൈനിക മേധാവിയുടെ അസീം മുനീറുണ്ട്, സൈനിക ഉപദേഷ്ടാവായ അസീം മാലിക് ഉണ്ട്. ഈ അസീം മാലിക് ആരാന്നറിയാം? അസീം മാലിക് എന്ന് പറയുന്നത് ISI തീവ്രവാദ സംഘടനയുടെ ചീഫാണ്. അതായത് ഒരു തീവ്രവാദ സംഘടനയുടെ ചീഫുമായി ഞങ്ങൾ ഇത്രയും പേരും ചർച്ച ചെയ്യുകയായിരുന്നു എന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോ മെയ് 10-ാം തീയതി പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ ഉത്തരവും ഇതുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. മനുവിന് ഉത്തരവുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഉണ്ട്. അസീം മാലിക് ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഉണ്ട്. നരേന്ദ്രമോദി ആ ചർച്ചയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉത്തരം പറയണ്ടേ? ഇവർ ഉത്തരങ്ങൾ പറയത്തില്ല. ഇവർ മുഴുവൻ ഈ രാജ്യസ്നേഹത്തിന്റെ അട്ടിപ്പേർ അവകാശം ഇവർക്കാണോ? ഇവര് പറയുന്നതാണോ രാജ്യസ്നേഹം? ഇവര് പറയുന്നതാണോ ദേശസ്നേഹം? ഞാൻ പറയട്ടെ, ഈ നമ്മൾ ദേശസ്നേഹത്തെ പറ്റി പറയുമ്പോൾ എന്താണ് ദേശസ്നേഹം? ഞാൻ ഇന്ന് കണ്ട കാഴ്ച എനിക്ക് വലിയ അത്ഭുതപ്പെടുത്തി. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി, എത്രയോ പേര് മരണപ്പെട്ടു, എത്രയോ പേര് പിന്നെ അവരുടെ ജീവനും സ്വത്തും ഒക്കെ നഷ്ടപ്പെട്ടു. ഇന്ന് അതേപോലെ അതിലും ഭീകരമായ ഒരു പ്രളയം ഉത്തരാഖണ്ഡിൽ ഉണ്ടായിരിക്കുന്നു. മനുഷ്യരല്ലേ നമ്മൾ കാണുന്ന, മലയാളികളുടെ ഫീലിംഗാണ് നമ്മൾ കാണുന്നത്. അല്ല, മനുഷ്യ സ്നേഹമാണ് ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ രാജ്യത്തിന്റെ അതിർത്തികൾ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ദേശീയതയുണ്ട്, രാഷ്ട്രസങ്കല്പം ഒക്കെ ഉണ്ട്. പക്ഷേ ദേശീയത എന്ന് പറയുന്നത് BJP-യുടെ ദേശീയതയല്ല. ഇവിടെ ശശി തരൂരിനെ അദ്ദേഹം കോട്ട് ചെയ്ത് സംസാരിച്ചു. ശശി തരൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് കണ്ടതുകൊണ്ടാണ് ശശി തരൂരിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വൈ ഐ ആം ഹിന്ദു എന്ന പുസ്തകം എടുത്ത് വായിച്ചാൽ തരൂരിനെ അപ്പം അടിക്കും. കാരണം നിങ്ങളുടെ ഹിന്ദുത്വവും ഭാരതത്തിന്റെ ദേശീയതയും ഭാരതത്തിന്റെ ഹിന്ദുത്വം എന്ന് പറയുന്ന ഫീലും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് ശശി തരൂർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം പറയാം,
ഇവര് കോടതി വിധികളെയാണല്ലോ, കോടതിയുടെ പരാമർശത്തിലാണല്ലോ ഇവര് വലിയ രീതിയിൽ പൊക്കിപ്പിടിക്കുന്നത്. കോടതികൾ എന്ന് പറയുന്നത് വിമർശനത്തിന് അധീനമല്ലോമാണ്. ഞാൻ ചോദിക്കട്ടെ, രഞ്ജൻ ഗൊഗോയ് എന്ന് പറയുന്ന ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അദ്ദേഹത്തിന് ഒരു സെക്ഷൽ അബ്യൂസ്, ഒരു അറ്റാക്ക്, സെക്ഷൽ അസോൾട്ടിന് പരാതി ഉണ്ടായി. നമ്മൾ കണ്ടതിൽ എത്ര പ്രഹസനവും എത്ര ആൾക്കാരെ പറ്റിക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നത്. ചീഫ് ജസ്റ്റിസിനെതിരെ ഒരു സെക്ഷൽ അസോൾട്ടിന് പരാതി വരുന്നു, അദ്ദേഹം തന്നെ അത് കേൾക്കുന്നു, ആ പരാതി അദ്ദേഹത്തിന്റെ ബെഞ്ച് തന്നെ കേൾക്കുന്നു, ആ പരാതിയിൽ ഒന്നുമില്ലെന്ന് അദ്ദേഹം തന്നെ വിധി പ്രസ്താവിക്കുന്നു. നാച്ചുറൽ ജസ്റ്റിസിനെതിരല്ലേ? എന്നിട്ട് ഇതേ രഞ്ജൻ ഗൊഗോയ് പിന്നീട് രാജ്യസഭയിൽ ബിജെപിയുടെ പ്രതിനിധിയായിട്ട് MP ആയിട്ട് വരുന്നു. വിമർശിക്കാൻ എന്താ അധികാരമില്ല? വിമർശിക്കുന്നത് കൊണ്ട് മുഴുവൻ രാജ്യദ്രോഹികളാണ്, ഇവര് മുഴുവൻ ദേശവിരുദ്ധരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഇവർ ഈ രാജ്യദ്രോഹി പട്ടം കൊടുക്കുന്നത് ഞാൻ രാജ്യദ്രോഹിയായിട്ട് കാണുന്നത്, രാജ്യദ്രോഹി എന്ന് പറയുന്ന മനുഷ്യരായിട്ട് ഞാൻ കാണുന്നത് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യരെ കള്ളക്കേസുകൾ പിടിച്ച് അകത്തിടുന്നവരെയാണ് യഥാർത്ഥ രാജ്യദ്രോഹിയായിട്ട് ഞാൻ കാണുന്നത്. അല്ലാതെ രാജ്യത്തെ പറ്റി വിമർശിക്കുമ്പോൾ, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ രാജ്യത്തിനെ പറ്റി അബദ്ധങ്ങളെ പറ്റി സംസാരിക്കുന്നവരല്ല രാജ്യദ്രോഹികൾ. അതിലൊറ്റ ഉദാഹരണം പറയാം. അവരുടെ അടക്കം നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഡൽഹി ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു. ആ വിധി എന്താണെന്ന് അറിയാമോ? സത്യേന്ദ്ര ജെയിൻ എന്ന് പറയുന്ന ഡൽഹിയിലെ മുൻ മന്ത്രിക്കെതിരെയുള്ള CBIയുടെ 5 വർഷത്തെ കേസുകൾ ഇവിടെ തോട്ടിൽ കളഞ്ഞു. 5 വർഷമായിട്ട് അന്വേഷിക്കുക. എന്തായിരുന്നു അഴിമതി കേസ്? PWD വർക്കുമായി ബന്ധപ്പെട്ട് 17 ഒഫീഷ്യൽസിനെ, കൺസൾട്ടൻസ് മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള ഒറ്റ കേസിൽ ഏതാണ്ട് 5 കൊല്ലം ഒരു മനുഷ്യനെ, ഡൽഹിയുടെ ഏറ്റവും നല്ല ആരോഗ്യ വകുപ്പ് മന്ത്രിയെ, ഡൽഹി കണ്ട വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ, മൊഹല്ല ക്ലിനിക്കുകൾ കൊണ്ടുവന്ന, ഡൽഹിയിൽ സൗജന്യ വൈദ്യുതി കൊടുത്ത, സൗജന്യ വെള്ളം കൊടുത്ത, കോവിഡ് സമയത്ത് പോലും പിതാവ് മരണപ്പെട്ടിട്ടും അദ്ദേഹം സ്വതന്ത്രമായി ജനങ്ങൾക്ക് വർക്ക് ചെയ്തൊരു മന്ത്രിയെ പിടിച്ച് 5 വർഷം ജയിലിലിട്ടു. 5 വർഷം ജയിലിലിട്ട് അദ്ദേഹത്തെ മുഴുവൻ എല്ലും തോലുമാക്കി. സത്യേന്ദ്രൻ ജയിലിൽ പോകുമ്പോൾ എന്തോ ഒരു സുന്ദരനായ മനുഷ്യനായിരുന്നു. ശരി, ഞാൻ വിനോദ്, ഞാൻ അന്നേരം തിരികെ എത്താം. ഞാൻ 2ാം റൗണ്ടിലും താങ്കൾ കൂടെ സമയം ഉറപ്പുവരുത്തിക്കൊണ്ട് ആ റൗണ്ട് വരികയുള്ളൂ. മനുവിന് എനിക്ക് കൂടുതൽ സമയം കൊടുക്കേണ്ടി വരും, കാരണം ഈ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് BJP പ്രതിനിധി ആയതുകൊണ്ട്. ഒരു ചെറിയ ഇടവേള, വളരെ പെട്ടെന്ന് തിരികെ എത്താം. ചർച്ചയിലേക്ക് വീണ്ടും കോൺഗ്രസ് നേതാവ് PM നിയാസ്. പറയുന്നതിനകത്ത് ചില കാര്യങ്ങൾ പരിപൂർണമായിട്ട് തള്ളിക്കളയാൻ കഴിയുന്നതാണോ എന്നുകൂടി ഒരു ചോദ്യം. കോടതിക്ക് നിരന്തരമായി കേസുകൾ സ്റ്റേ ചെയ്യേണ്ടി വരുന്നു. ഒരിക്കലും കോടതി ഇത് അദ്ദേഹത്തെ, രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസുകൾ ജാമ്യം കൊടുക്കാതിരിക്കുകയോ സ്റ്റേ ചെയ്യാതിരിക്കുകയോ അല്ല ചെയ്തത്. ഡിഫേമേഷൻ കേസുകളുടെ ബഹളമാണ്. പല ആരോപണങ്ങൾ വരുമ്പോൾ അരുൺ ജെയ്റ്റ്ലി ഒരുപക്ഷെ അന്ന് മരിച്ചുപോയ അരുൺ ജെയ്റ്റ്ലി ഭീഷണിപ്പെടുത്തി എന്നതടക്കമുള്ള പരാമർശങ്ങൾ രാഹുൽ ഗാന്ധി നടത്തുകയാണ് എന്ന് BJP നേതാക്കന്മാർ പറയുന്നു. അമിത്ഷായെ കൊലപാതകി എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു കേസ്, മർഡർ കേസ് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ, FIR പോലും ഇല്ലാത്ത സാഹചര്യത്തിലും അങ്ങനെ വിളിക്കുന്നു. അങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പലതും പറയുന്നു രാഹുൽ ഗാന്ധി. അത് ഒരു പ്രതിപക്ഷ നേതാവിന് ചേർന്നതല്ല. അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി ഞങ്ങൾ അംഗീകരിക്കുന്നതുകൊണ്ടാണ് അതിനെല്ലാം എതിർക്കുന്നതെന്ന് BJP നേതാവ് മനു പറഞ്ഞല്ലോ. സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുറച്ചുകൂടി റെസ്പോൺസിബിളായിട്ട് പെരുമാറേണ്ടി വരുന്നു. അതിനില്ലാതിരിക്കുമ്പോൾ ഇതെല്ലാം രാജ്യദ്രോഹമാണ് എന്ന് വിവക്ഷിക്കാൻ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു. ഇതാണ് സംഭവിക്കുന്നതെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി. നോക്കൂ, ഇവിടെ എൻ്റെ സുഹൃത്ത് മനുപ്രസാദ് പറഞ്ഞത് ഇന്ത്യൻ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രതിപക്ഷ നേതാവല്ല എന്ന്. എൻ്റെ മനുപ്രസാദിനോട് അപർണകുറുപ്പ് പറഞ്ഞ ചോദ്യത്തിനോടൊപ്പം ഞാൻ പറയുന്നത്, മനുപ്രസാദിനോട് എനിക്ക് പറയാനുള്ളത്, എന്താണ് ഇന്ത്യൻ വിഷയം? അത് BJPയും നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്നതെല്ലാം അത് ഇന്ത്യയുടെ വിഷയങ്ങൾ. അവർക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം ഇന്ത്യയുടെ വിഷയങ്ങളല്ല. ഇതാണോ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ? ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇവിടെ ഭരണകൂടത്തിനെതിരായി വസ്തുതാപരമായ വിവരങ്ങൾ അതെങ്ങനെയാണ് രാജ്യദ്രോഹമാകുന്നത്? മറിച്ച് ഉയർന്ന ഉത്തരവാദിത്ത ബോധത്തിൻ്റെ പ്രതീകമല്ലേ അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യല്ലേ വേണ്ടത്? ഇവിടെ പ്രതിരോധം, ഇന്ത്യക്ക് ഇന്ത്യയുടെ ഒരു ഇഞ്ച് ഭൂമി പോലും നഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങൾ 100 തവണ ആണയിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇന്ത്യയുടെ ആർമി ചീഫ്, ലെഫ്റ്റനന്റ് ജനറൽമാരായി ഇരുന്ന റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥർ ഒരു തവണയല്ല ഒരുപാട് തവണ പറഞ്ഞു, ലഡാക്ക് മേഖലയിലും LACയിലുമൊക്കെ ചൈന അടുത്തെത്തിയിട്ടുണ്ട് എന്ന്. അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൃത്യമായി ഉണ്ടല്ലോ. അപ്പോൾ സൈനിക ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് അതാണ് അദ്ദേഹം ഏറ്റുപറഞ്ഞത്. രണ്ടാമത്തത്, ഇനി തെളിവുകൾ, നിങ്ങൾ പറഞ്ഞ എന്തു തെളിവുകളാണ്? സാറ്റലൈറ്റ് ചിത്രങ്ങളും അന്താരാഷ്ട്ര റിപ്പോർട്ടുകളും. ഞാനൊരു കാര്യം പറഞ്ഞു, ഹിന്ദു പത്രത്തിനെ, ഞങ്ങളാരുടെ കയ്യിലല്ലല്ലോ ഹിന്ദു പത്രം, അതുപോലെ NYT, അതുപോലെ അൽ ജസീറ ഉൾപ്പെടെയുള്ള ഇൻ്റർനാഷണൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ലഡാക്ക് മേഖലയിലെ ചൈനീസ്, ലഡാക്ക് മേഖല എന്ന് പറയുന്നത് ഇന്ത്യയുടെ മേഖല, ചൈനീസ് സൈനിക കെട്ടിടങ്ങൾ, റോഡുകൾ, ഹെലിപ്പാഡ്, ഇവയെല്ലാം നമ്മുടെ ലോകം മുഴുവൻ അവർ കാണിച്ചല്ലോ. നിങ്ങൾക്ക് അതേക്കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പോൾ പ്രതിരോധം
താങ്ങാനില്ലാത്തത് കൊണ്ട് സത്യം മറച്ചു വെക്കാനുള്ള നിങ്ങളുടെ രാജ്യത്തിന് അത് സത്യം മറച്ചു വെക്കുന്നത് എന്നത് രാജ്യത്തിന് അപകടകരമാണ് എന്ന് പറയാൻ സാധിക്കുമോ? പിന്നെ മറ്റൊന്ന്, ഞങ്ങളിവിടെ പറഞ്ഞത്, ഞങ്ങളിവിടെ ഇന്ത്യക്കെതിരായി പറയുന്നു, ഞങ്ങളിപ്പോഴും പറയുന്നു മേക്ക് ഇൻ ഇന്ത്യ എന്നാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നിങ്ങളുടെ ട്രംപ് കാർഡ് അതാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മേക്ക് ഇൻ ഇവിടെ മനു പറഞ്ഞല്ലോ 50 കൊല്ലം ഞങ്ങൾ ഭരിച്ചുകൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, മനുപ്രസാദെ, ഒന്നാമത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയിലെ അന്നത്തെ 33 കോടി ജനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാഞ്ഞിട്ട് അന്ന് അമേരിക്കയുടെ മുമ്പിൽ പോയി, കിസിഞ്ചറുടെ മുമ്പിൽ പോയി അവിടെ ഭിക്ഷാപാത്രവുമായി നിന്ന കാർട്ടൂൺ ഹിന്ദു പത്രത്തിലടക്കം വന്നത് താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ അവസ്ഥയിൽ നിന്നും ഇന്ന് ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക രാജ്യമാക്കി, 4ാമത്തെ ഭക്ഷ്യോൽപാദന രാജ്യമാക്കി ഇന്ത്യയെ മാറ്റിയത് ഇന്ത്യയുടെ 1ാമത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇന്ത്യ രാജ്യത്തെ പടുത്തുയർത്താനുള്ള പഞ്ചവത്സര പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് എന്ന് മനുപ്രസാദ് ഒന്ന് അറിയാതെയെങ്കിലും അംഗീകരിക്കേണ്ടി വരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം അങ്ങ് പറഞ്ഞത്, നമ്മുടെ മുൻ വർഷങ്ങളിൽ ഇതേപോലെ 1962 ചൈന നമ്മളെ ആക്രമിച്ചില്ലേ? യാഥാർത്ഥ്യമായിരുന്നില്ലേ? 2017 ഡോക്ലാൻഡിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ നിങ്ങളെന്താ പറഞ്ഞത്? ഒന്നും ഉണ്ടായില്ല എന്ന്. അവസാനം നിങ്ങൾ അംഗീകരിക്കേണ്ടി വന്നല്ലോ. 2007 ഗൽവാൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ഗൽവാന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നിങ്ങളെന്താ പറഞ്ഞത്? ഗൽവാൻ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന്. ഞാനൊരു കാര്യം, ഈ ഗൽവാന്റെ കൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഡോക്ലാൻ. എന്താ ഡോക്ലാൻഡിൽ ഉണ്ടായത്? ആ ഡോക്ലാൻഡിലും അതുപോലെ ഡെബ്സാങ്ങിൽ, ഹോട്ട് സ്പ്രിങ്സിൽ, ഇവിടെയൊക്കെ ഉണ്ടായ ചൈനീസ് അതിക്രമം, അല്ലെങ്കിൽ ചൈനീസിന് നമ്മൾ ഇന്ത്യൻ അതിർത്തിയിൽ കയറി ഉണ്ടാക്കിയ കെട്ടിടങ്ങൾ അവിടെ ഇപ്പോഴും 10,000 ഉണ്ടാക്കിയത് തെറ്റാണ് നിങ്ങൾ പറഞ്ഞപ്പോൾ ഇന്ത്യ രാജ്യത്തെ എതിർക്കുവാൻ കോടതി ഇടപെടുന്നു. പിന്നെ അങ്ങ് അപർണ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ഥിരമായി കോടതിയിൽ ഞങ്ങൾക്കെതിരായി, രാഹുൽ ഗാന്ധിക്കെതിരായി പറയുന്നത് കൊണ്ട് രാഹുൽ ഗാന്ധി ചീത്തയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ BJPയും സംഘപരിവാർ ശക്തികളും കൂടി ഒരു മനുഷ്യനെ, അത് സത്യം വിളിച്ചു പറയുന്ന ഒരു മനുഷ്യനെ ഇങ്ങനെ ഇല്ലാതാക്കാൻ ആയിരക്കണക്കിന് കേസ് കൊടുത്താൽ അദ്ദേഹം മിണ്ടാതിരുന്നാൽ അവിടെ ജനാധിപത്യം ശക്തിപ്പെടുകയാണോ, ജനാധിപത്യം ഇല്ലാതാവുകയാണോ അപർണ ഉണ്ടാവുന്നത്? ഞങ്ങൾ പുറത്ത് കയറി പറയും സത്യം. ഞങ്ങളെ ജയിലടക്കരുത്. നിങ്ങൾ ചെയ്തല്ലോ ഇന്ത്യ രാജ്യത്തെ രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തെ 2 കൊല്ലം ജയിലിലടക്കി. ട്രംപ് പോലും BJPക്കും കേന്ദ്ര സർക്കാരിനും വേണ്ടാത്തവരായത് ഈ വിദേശ നയത്തിൽ ട്രംപ് എടുത്ത ആ തീരുമാനത്തിന് ശേഷമാണ്, താരിഫിലെ തിരിച്ചടിക്ക് ശേഷമാണ്. നേരത്തെ ശ്രീ CB സത്യൻ പറഞ്ഞ പോലെ ട്രംപിന് വേണ്ടി പ്രചാരണം നടത്തിയത് ആരാണ് അവിടെ പോയിട്ട് എന്നുള്ളൊരു ചോദ്യമൊക്കെ പ്രതിപക്ഷത്തിരിക്കുന്നവർ ചോദിച്ചാൽ ഇതിനടക്കം ഉത്തരം പറയണം. അതിനുശേഷം നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന പ്രതിപക്ഷ നേതാക്കളെ രാജ്യദ്രോഹികളാക്കും. ഒരു കാര്യം സൂചിപ്പിക്കുക, ഞാൻ ആദ്യം തന്നെ ട്രംപിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, വിദേശകരമായ നയതന്ത്രങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ, എന്നാൽ ട്രംപ് നിങ്ങൾക്കെതിരാകുമ്പോൾ നിങ്ങൾ വിമർശിക്കുന്നു. പ്രശ്നം ഇതാണ്, ആദ്യമായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതമാണ്, ഇന്ത്യയാണ് ഒന്നാമത്. അതിനെതിരെ നിൽക്കുന്ന ഒന്നിനോടും ഐക്യപ്പെടാനും അതിനെതിരെ നിൽക്കുന്ന അഭിപ്രായങ്ങളോട് യോജിക്കാനും ഞങ്ങൾക്ക് സാധ്യമല്ല. അതിൻ്റെ ട്രംപ് ഇവരുടെ ഏറ്റവും വലിയ ആളാണെങ്കിലും സർക്കാരിനെ വിമർശിക്കുന്നത് രാജ്യത്തെ വിമർശിക്കുന്നതാകുന്നെങ്ങനെ, സർക്കാരിനെ വിമർശിക്കുന്നത് സൈന്യത്തെ വിമർശിക്കുന്നതാകനെ, ആ ഒരു ചോദ്യമാണ് പാനലിസ്റ്റുകൾ ചോദിച്ചത്. അതിനുള്ള മറുപടി ഞാൻ തീർച്ചയായും പറയാം. ഞാൻ ട്രംപിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയോണ്ട് അതിൽ നിന്ന് തുടങ്ങിയെന്നുള്ളൂ. ഇവർ പറഞ്ഞ ഇവിടെ സൂചിപ്പിച്ചു എന്തുകൊണ്ട് ശരിയായ വിഷയങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ പ്രതിപക്ഷ നേതാവായിട്ട് ഇന്ന് നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നില്ല. ജനങ്ങളോട് പോയി പറയണ്ടേ, നിങ്ങൾക്ക് ശൗചാലയങ്ങളുടെ കുറവുണ്ടോ ചോദിച്ചോ, നിങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ വീട് കിട്ടുന്നുണ്ടോ ചോദിച്ചോ, നിങ്ങളുടെ തൊഴിലുറപ്പ് കൂലിയിൽ എന്തെങ്കിലും വർധനവുണ്ടോ ചോദിച്ചോ, കോൺഗ്രസ് ഭരണത്തിന് ശേഷം കാർഷിക മേഖലയിൽ എന്തെങ്കിലുമൊക്കെ വളർച്ചയുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് എന്താ ചോദിക്കാതെ? ഞാൻ പറയാം, ഇവർ ചോദിച്ചു, ഞങ്ങളുടെ പ്രിയർ ആയിക്കോട്ടെ, രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഞാൻ ചോദിക്കട്ടെ, രാജ്യത്തിന് അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവരുടെ ഉത്തരവാദിത്തം അതല്ലായിരിക്കും. നവാസ് പ്ലീസ് ദയവ് ചെയ്ത് ഇടപെടുന്നവരോട്, ഇവരുടെ ഉത്തരവാദിത്തം അതല്ലായിരിക്കും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ കാര്യങ്ങൾ ജനങ്ങളോട് ചോദിച്ച് അവർക്കിതൊന്നും ലഭ്യമല്ലാതിരുന്നാൽ അതിനെ തുറന്നു കാണിക്കാനുള്ള ഇടപെടൽ നടത്തണ്ടേ? പക്ഷേ പ്രശ്നം എന്തെന്നറിയാമോ, ജനങ്ങൾ അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടിയ കോൺഗ്രസിനെ തൂത്തെറിഞ്ഞ ജനങ്ങളോട് ഇന്ന് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാത്തൊരു നേതാവായി രാഹുൽ ഗാന്ധി മാറി. അതുകൊണ്ടാണ് തെറ്റായതും വസ്തുതാവിരുദ്ധമായതും
മറ്റുള്ളവർ പറഞ്ഞു, പ്രധാനമന്ത്രി മറ്റേ ഏതോ നരേന്ദ്രമോദിയേക്കാൾ അമേരിക്കയിലെ കൂടുതൽ സെക്രട്ടറി പറഞ്ഞു, അമേരിക്കയിലെ സെക്രട്ടറി പറഞ്ഞു, അതുപോലെ തന്നെ അൽസാജ് ആള് പറഞ്ഞു, ഇന്റർനാഷണൽ രാജ്യത്തെ ആൾക്കാർ പറഞ്ഞു. നിങ്ങൾ ആ ജനവിധി തള്ളി പറയരുത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ 2 മണ്ഡലങ്ങളിൽ ജനങ്ങൾ വോട്ട് ചെയ്ത നേതാവല്ലേ രാഹുൽ ഗാന്ധി? നിങ്ങൾ ഈ കണ്ണടച്ച് തള്ളി പറയല്ലേ? ഞാൻ ഒന്നുകൂടെ കൃത്യമായി പൂർത്തിയാക്കാം. രാഹുൽ ഗാന്ധി ഇന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതൃസ്ഥാനത്താണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് നരേന്ദ്രമോദിജിയാണ് എന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ രാഹുൽ ഗാന്ധി തോറ്റു എന്ന അർത്ഥത്തിലൊന്നും ഞാൻ പറഞ്ഞില്ല. ഇന്ത്യ ഭരിക്കാൻ ജനങ്ങൾ ഏൽപ്പിച്ചത് BJP നരേന്ദ്രമോദിജിയാണ്. ഇന്ത്യൻ ജനവിധി അതാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എവർ അഡ്രസ്സ് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ അവർ അഡ്രസ്സ് ചെയ്താൽ ഇവർക്ക് തിരിച്ചടിയാവും. ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ജനങ്ങൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ദുരിതപൂർണമായ ജീവിതങ്ങൾക്ക് അറുതി വരുത്താതിരിക്കുന്ന ഏതെങ്കിലും നടപടി, ഇതൊന്നും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ഇന്ന് കോൺഗ്രസിന് സാധ്യതയില്ല. ഇവിടെ പറഞ്ഞല്ലോ, നെഹ്റുവിൻ്റെ കാലം മുതൽ ഇതുവരെ നടത്തിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇന്ന് 5ാമത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയതെന്നൊക്കെ പറഞ്ഞല്ലോ. എവിടെയാണ് നിങ്ങൾ പിന്നോട്ടടിക്കാൻ ശ്രമിക്കുന്നത്? നരേന്ദ്രമോദിജി വരുമ്പോൾ ശൗചാലയങ്ങളില്ലാത്ത കോടിക്കണക്കിന് വീടുകളുണ്ടായിരുന്നു. ഇന്ന് അതിന് ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു. നരേന്ദ്രമോദിജി വരുമ്പോൾ 1 കിലോമീറ്റർ റോഡ് പോലും പണിയാൻ കാലങ്ങളെടുത്തിരുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന് അതിന് നിരവധിയായ അതിവേഗം മാറ്റമുണ്ടായിരിക്കുന്നു. നമ്മുടെ എല്ലാം കൺമുന്നിൽ കേരളത്തിൽ പോലും കാണുന്ന റോഡുകൾക്ക് അവരുടെ തന്നെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി, ഞാൻ പറയും പ്ലീസ് പൂർത്തിയാക്കാം. കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പറഞ്ഞത് ഈ നാട്ടിൽ നടക്കുന്ന വികസനങ്ങളും റോഡുകളും ഗഡ്കരിയുടേതാണ്, കേന്ദ്ര സർക്കാരിൻ്റെതാണെന്ന് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയാണ്. മുസ്ലിം ലീഗിന്റെ നേതാവാണ്, UDFന്റെ ആളാണ്. പിന്നെ ആം ആദ്മി പാർട്ടി നേതാവിനോട് ഒറ്റ കാര്യത്തിൽ ഞാൻ നിർത്തുന്നു. അഴിമതിക്കെതിരെ പോരാട്ടങ്ങളും അതുപോലെ തന്നെ രാജ്യദ്രോഹവുമായി അവർ പറയുമോ എന്ന ചോദ്യത്തിന് ഒറ്റ കാര്യം, അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഡൽഹി മുഖ്യമന്ത്രിയല്ല. പ്രധാനപ്പെട്ട കാരണം ആ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ച് ചൂലുമായി ഇറങ്ങി അതിനുശേഷം അവരുടെ നികുതി പണം ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി. അത് ദൃശ്യമായി അവിടെയുണ്ട്. അത് ജനങ്ങൾക്ക് മ്യൂസിയമായി തുറന്നു കൊടുക്കാൻ കോടിക്കണക്കിന് രൂപയിൽ കെട്ടിയ പൂ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടി അത് അംഗീകരിക്കുക. ജനങ്ങൾ അത് വിധി എഴുതിയിട്ടുണ്ട്, അത് അംഗീകരിക്കുക. ഞാൻ വരാം വിനോദിലേക്ക് വരാം. ഞാൻ ഒരു മിനിറ്റ്. വികസനം പറയില്ല, അവർക്ക് തിരിച്ചടിയാവും. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യം പറഞ്ഞാൽ തിരിച്ചടിയാവും. അപ്പോൾ പിന്നെ പറയാൻ കഴിയുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് BJP പറയുന്നതിനകത്ത് അതും പൂർണ്ണമായിട്ട് തള്ളിക്കളയണോ? ചുരുക്കിയ സമയത്തിൽ സിബി അവരുടെ ഇത് 1-2 കാര്യങ്ങൾ നമ്മൾ പറയാനുള്ളത്. ഒന്ന്, ആദ്യമേ ഈ ചോദ്യത്തിന് തൊട്ടു മുമ്പ് ഒരു കാര്യം പറയാം. ട്രംപ് 2ാമത് അമേരിക്കൻ പ്രസിഡന്റായി വിജയിച്ചപ്പോഴ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരെക്കാൾ കൂടുതൽ പടക്കം പൊട്ടിച്ചത് ഇന്ത്യയിലെ BJPക്കാരാണ്. എന്നിട്ടാണ് അവരിപ്പോ ഈ കിടന്ന് ഈ പണി വാങ്ങിക്കുന്നത്. അപ്പൊ അതുകൂടെ സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് 2ാമതൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ പറഞ്ഞ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഈ പ്രതിപക്ഷത്തിന് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഞങ്ങൾ എഴുതി കൊടുക്കാൻ, നിങ്ങളത് മാത്രം ചോദിക്കൂ എന്ന് പറയുന്ന അവസ്ഥയാണ് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ. പിന്നെ 2, ശൗചാലയങ്ങളുടെ കാര്യം പറഞ്ഞു. ശൗചാലയങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 12 വർഷം ഇന്ത്യ ചെലവഴിച്ച പണം, അതിന്റെ ശൗചാലയങ്ങളുടെ എണ്ണം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു ശൗചാലയത്തിന് 5-6 ലക്ഷം രൂപ വില വരും. അപ്പൊ അതിന്റെ കണക്കുകളൊന്നും പുറത്തു വരാത്തത് ഈ പറഞ്ഞ BJPയുടെ ഭാഗ്യമാണെന്ന് മാത്രം കരുതിയാൽ. അപ്പൊ ഇതിനകത്ത് പ്രതിപക്ഷ നേതാവിന്റെ അല്ല, അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ പറ്റും, അഴിമതിയുടെ ഒരു കറ നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. നുണ പറയുക, സുതാര്യമായ അർത്ഥ ജുഡീഷ്യൽ സംവിധാനങ്ങളെയും മൊത്തം രാഷ്ട്രീയവൽക്കരിക്കുകയും വിഷലിപ്തമാക്കുകയും ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ സമ്പൂർണ്ണമായിട്ട് അട്ടിമറിച്ചിരിക്കുകയാണ് BJP. ഈ പറഞ്ഞ ഒറ്റ മിനിറ്റേ ഉള്ളൂ. ഇപ്പൊ മനു പറഞ്ഞല്ലോ, ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അല്ല, അതാണ് ഉത്തരം എന്ന്. കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരനാണോ മുഖ്യമന്ത്രി? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ലല്ലോ. മുഖ്യമന്ത്രി ആയിരുന്നു. നിങ്ങൾ മറന്നുപോയി, ഞാൻ പറഞ്ഞതിന് നിങ്ങൾ പകുതി മുറിക്കണ്ട. അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി ആയിരുന്നു. ചൂലെടുത്ത് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി, ജനങ്ങൾ വോട്ട് എഴുതി, അഴിമതിക്കെതിരെ പൊരുതുമെന്ന് പറഞ്ഞു. കോടിക്കണക്കിന് രൂപ കട്ട് കള്ളനാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി, ജനങ്ങൾ പുറത്താക്കി. അതാണ് കൃത്യം. മറന്നുപോകരുത്, മറവി ഒരു രോഗമാകരുത്.
കൃത്യമായാണ് പറഞ്ഞത്. നരേന്ദ്രമോദി അരവിന്ദ് കെജ്രിവാൾ IFI മുഖ്യമന്ത്രിയായിരുന്നു, ചീഫുമായ അഴിമതിക്കെതിരെ ശരി, പറഞ്ഞു, ഓക്കേ, ഓക്കേ, അധികാരത്തിൽ വന്നു, അഴിമതി നടത്തി ജനങ്ങൾ പുറത്താക്കി. അതാ പറഞ്ഞത്. പ്രേക്ഷകരോട് നമ്മൾ ചോദിച്ചു, പ്രിയങ്ക ഗാന്ധി വിമർശിച്ചു ജഡ്ജിമാരല്ല ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനെ തീരുമാനിക്കേണ്ടതെന്ന് പറയുമ്പോൾ അതിൽ 58% പ്രേക്ഷകർ അതേന്നും 42%, അതായത് ഏകദേശം തത്തുല്യം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള അഭിപ്രായം. അതായത് ഈ വിഷയത്തിനകത്ത് വളരെ കൂടുതൽ ചർച്ചകൾ നടക്കുകയും ചെയ്യണം, കോടതിയെ ധിക്കരിക്കരുത്, പക്ഷേ കോടതി വിമർശിക്കാൻ അധികാരമില്ലേ എന്നുള്ളൊരു ചോദ്യമൊക്കെ ബാക്കിയാവുകയാണ്. അതിൽ കൂടുതൽ സമയപരിമിതി കൊണ്ട് കടക്കാൻ കഴിയാത്ത വളരെയധികം നന്ദി. PM നിയാസ്, CB സത്യൻ, മനു പ്രസാദ്, ഒപ്പം വിനോദ് വിൽസൺ മാത്യു. പൂർണ്ണമാകുകയാണ് സ്പെഷ്യൽ ഡിബേറ്റ്. നമസ്കാരം.